നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മെയ് 4-ന് കാണാമെന്ന് വിജയമുറപ്പിച്ചുകൊണ്ട് മൂന്ന് മുന്നണികളും വെല്ലുവിളിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ വരുന്ന പല പാർട്ടി അവലോകനങ്ങളിലും വരുന്ന റിപ്പോർട്ടുകൾ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നതാണ്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള CPM മണ്ഡലം ജില്ലാ കമ്മിറ്റികളുടെ പ്രാഥമിക വിലയിരുത്തലുകൾ പുറത്തു വരുമ്പോൾ ഇടത് ക്യാമ്പുകളിൽ ഇപ്പോൾ ആശങ്കയും ആത്മവിശ്വാസവും ഒരുപോലെ നിഴലിക്കുന്ന ഒരു ചിത്രമാണ് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ചില സിറ്റിംഗ് സീറ്റുകളിൽ വിജയസാധ്യത കുറവാണെന്ന ഭീതിയും മലപ്പുറത്ത് മന്ത്രി V അബ്ദുറഹിമാൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പരാജയപ്പെട്ടേക്കാമെന്ന നിഗമനവും ഇപ്പോൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതേസമയം എറണാകുളത്ത് തൃപ്പൂണിത്തറ തിരിച്ചുപിടിക്കാമെന്നും കൊല്ലത്ത് 9 സീറ്റുകൾ വരെ നേടാമെന്നുള്ള കണക്കുകളും പാർട്ടിക്കുള്ളിൽ ശുഭപ്രതീക്ഷയും നൽകുന്നു. അമ്പലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ ആർക്ക് ലഭിച്ചു എന്നതിനെ ആശ്രയിച്ചിരിക്കും വിജയമെന്ന് പാർട്ടി കരുതുന്നു. ഭരണ തുടർച്ചയ്ക്കുള്ള ആവേശം നിലനിൽക്കുമ്പോഴും പലയിടങ്ങളിലും നേരിട്ട കടുത്ത പോരാട്ടവും അപ്രതീക്ഷിത തിരിച്ചടികളും വോട്ടെണ്ണലിന് മുൻപേ CPMനെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലെ ഫലം പ്രതികൂലമാകുമോ എന്ന കടുത്ത ആശങ്കയിലാണ് CPM ഉള്ളത്. ജില്ലയിലെ പാർട്ടിയുടെ അധികായനായിരുന്ന G സുധാകരൻ CPM വിട്ട് UDF പാളയത്തിലെത്തി മത്സരിച്ചതോടെ അഭിമാന പോരാട്ടമായി മാറിയ അമ്പലപ്പുഴയിൽ ബൂത്ത് തല കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇടതുമുന്നണിക്ക് ചങ്കിടിപ്പേറുകയാണ്. കാരണം G സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ആകെ മാറ്റിമറിച്ചുവെന്നാണ് പാർട്ടിയുടെ പ്രാഥമിക വിലയിരുത്തൽ. അഭിമാന പോരാട്ടം നടക്കുന്ന അമ്പലപ്പുഴയിൽ G സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടുണ്ടായ പ്രതികൂല ഘടകങ്ങൾ കാരണം LDF പിന്നിൽ പോകാൻ സാധ്യതയുണ്ടെന്നും CPM പ്രാഥമിക വിലയിരുത്തൽ പുറത്തുവരുന്നു. ഹരിപ്പാടും കുട്ടനാടും LDFന് വിജയ സാധ്യതയില്ലെന്നും 3 വിജയം ഉറപ്പെന്നുമാണ് ബൂത്ത് തല കണക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള CPM നിഗമനം. 4 മത്സരം കടുത്തതെന്നും പാർട്ടി വിലയിരുത്തുന്നു. അഭിമാന പ്രശ്നമായി പാർട്ടി കാണുന്ന അമ്പലപ്പുഴയിൽ കടുത്ത മത്സരമെന്ന വിലയിരുത്തലിൽ CPM G സുധാകരൻ സ്ഥാനാർത്ഥിയായതോടെ അമ്പലപ്പുഴയിൽ പതിവായി LDFന് കിട്ടിയിരുന്ന വോട്ടുകൾ ലഭിച്ചില്ല. ഭരണവിരുദ്ധ വികാരം, G സുധാകരൻ എതിർ സ്ഥാനാർത്ഥിയായത്, പാർട്ടി അനുഭാവികൾ, നിഷ്പക്ഷമതികൾ എന്നിവരുടെ വോട്ടുകളിലെ ചോർച്ച തുടങ്ങിയ പ്രതികൂല ഘടകങ്ങൾ നിമിത്തം നേരിയ വോട്ടുകൾക്ക് അമ്പലപ്പുഴ LDFന് നഷ്ടമാകാനുള്ള സാധ്യതയും കണക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള അവലോകനത്തിൽ വ്യക്തമാക്കുന്നു. അനുകൂല ഘടകങ്ങൾ വോട്ടായി മാറിയാൽ 5000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കും. അനുഭാവി വോട്ടുകളിൽ കുറവുണ്ടായെങ്കിലും പരമ്പരാഗത CPM വോട്ടുകളും ഉറച്ച പാർട്ടി വോട്ടുകളും ചോർന്നിട്ടില്ലെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. G സുധാകരൻ സ്ഥാനാർത്ഥിയായില്ലായിരുന്നുവെങ്കിൽ LDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമായിരുന്ന വോട്ടുകൾ നഷ്ടമായി. BJP വോട്ടുകൾ G സുധാകരനും ലഭിച്ചിട്ടുണ്ട്. കളർകോട്, കൈതവന, പഴവീട് തുടങ്ങിയ മേഖലകളിൽ പാർട്ടിക്ക് ലഭിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന നിഷ്പക്ഷമതികളുടെ വോട്ടുകൾ പൂർണ്ണമായും കിട്ടിയിട്ടില്ല. അതേസമയം അമ്പലപ്പുഴയിൽ ജയം ഉറപ്പെന്ന ആത്മവിശ്വാസത്തിലാണ് G സുധാകരനും UDFും. അധികായനായ G സുധാകരൻ CPM വിട്ട് UDF പാളയത്തിലെത്തി മത്സരിച്ചപ്പോൾ വലിയ വാക്പോരും ഏറ്റുമുട്ടലാണ് നടന്നത്. വോട്ടെടുപ്പിന് ശേഷം G സുധാകരൻ വലിയ ആത്മവിശ്വാസത്തിലാണ്. സുധാകരൻ വ്യക്തി എന്ന നിലയിൽ പ്രതിച്ഛായയ്ക്ക് വോട്ട് മാത്രമല്ല CPMൽ നിന്ന് നല്ലൊരു ശതമാനം വോട്ട് എന്നിവ സമാഹരിക്കാനായെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. പാർട്ടിക്കുള്ളിൽ അമർഷവും സുധാകരന് വോട്ടായി മാറും. 50,000 മുതൽ 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് UDF അവകാശവാദം ഉന്നയിക്കുന്നത്. ബൂത്ത് തല അവലോകനത്തിൽ 2000-ൽ താഴെ വോട്ടുകൾക്ക് തോൽക്കുമോ ജയിക്കുമോ ചെയ്യാമെന്നാണ് CPM നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഔദ്യോഗിക കണക്കുകൾ വരാൻ തുടങ്ങുന്നതേയുള്ളൂ. എന്നാൽ പാർട്ടി പോക്കറ്റുകളിൽ നിന്ന് വോട്ട് ചോർന്നോ എന്ന സംശയം ചില നേതാക്കൾക്കുണ്ട്. പുറത്ത് പാർട്ടി ആത്മവിശ്വാസത്തിലാണ്. മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും നേരിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയ മണ്ഡലമായ അമ്പലപ്പുഴ G സുധാകരനും UDFനും CPMനും ഒരുപോലെ അഭിമാന പ്രശ്നമാണ്. അമ്പലപ്പുഴയ്ക്ക് പുറമെ കായംകുളം, കുട്ടനാട്, ആലപ്പുഴ, അരൂർ എന്നിവിടങ്ങളിലും കടുത്ത മത്സരമാണ്. ഇതിൽ ആലപ്പുഴ ഒഴികെയുള്ള 4 മുഖ്യമന്ത്രി നേരിട്ട് പ്രചാരണത്തിനെത്തിയിരുന്നു. അരൂരിൽ ബൂത്ത് തല കണക്കുകൾ പ്രകാരം 600ഓളം വോട്ടുകൾക്ക് LDF പിന്നിലാണ്. ചെങ്ങന്നൂർ, മാവേലിക്കര, ചേർത്തല എന്നിവിടങ്ങളിലെ വിജയം ഉറപ്പാണ്. ഹരിപ്പാട്, കുട്ടനാട് സീറ്റുകൾ നഷ്ടമാകും. കുട്ടനാട്ടിൽ 7600ഓളം വോട്ടുകൾക്ക് LDF പിന്നിലാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു.
CPM തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിമാരുടെ യോഗം ഇന്നലെ ചേർന്നിരുന്നു. ഇന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റിലും വിശദമായ ചർച്ച നടക്കും. തിരുവനന്തപുരത്ത് CPM മത്സരിച്ച 4 മണ്ഡലങ്ങളിലും ഇത്തവണ കടുത്ത മത്സരം നടക്കുന്നു എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നെയ്യാറ്റിൻകര, അരുവിക്കര, കാട്ടാക്കട, നേമം എന്നീ മണ്ഡലങ്ങളിലെ വിജയ സാധ്യതയിലാണ് പാർട്ടിക്ക് നേരിയ ആശങ്കയുള്ളത്. ഈ മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ വിജയിച്ചു കയറിയാൽ തന്നെ വലിയ ഭൂരിപക്ഷമൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് ജില്ലാതല അവലോകനങ്ങളിലെ പ്രധാന കണ്ടെത്തൽ. 2021 തിരുവനന്തപുരത്ത് 14 മണ്ഡലങ്ങളിൽ 13ഇടത്തും LDF ആയിരുന്നു വിജയിച്ചത്. കോവളത്ത് മാത്രമായിരുന്നു UDFന് വിജയിക്കാനായത്. മണ്ഡലം കമ്മിറ്റികളിൽ നിന്നുള്ള വോട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ സിറ്റിംഗ് സീറ്റുകളിൽ ചിലതിൽ വിജയസാധ്യത കുറവാണെന്ന ഭീതിയും നിലനിൽക്കുന്നു. തിരുവനന്തപുരം, കോവളം എന്നീ സീറ്റുകളിലും പൊതു സ്വതന്ത്രരെയാണ് LDF മത്സരിപ്പിച്ചത്. എന്നാൽ ഈ 2 മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷ കുറവാണെന്നാണ് CPM വിലയിരുത്തുന്നത്. വോട്ടിംഗ് ശതമാനവും മറ്റു വസ്തുതകളും പരിശോധിക്കുമ്പോൾ ഈ സീറ്റുകൾ CPM കൈവിട്ട രീതിയിലാണ് കാണുന്നത്. അതേസമയം ആറ്റിങ്ങൽ, വർക്കല, പാറശാല എന്നീ മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പാണെന്ന ശുഭപ്രതീക്ഷയിലാണ് പാർട്ടി നേതൃത്വം. വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത് കടുത്ത മത്സരം നേരിട്ടുവെങ്കിലും അവിടെയും വിജയിച്ചു കയറാമെന്ന് CPM കണക്ക് കൂട്ടുന്നു. കൊല്ലം ജില്ലയിൽ ഇത്തവണ 6 മുതൽ 9 സീറ്റുകൾ വരെ ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്നും CPM ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നു. ജില്ലയിൽ 5 മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നതെങ്കിലും സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുന്നില്ലെങ്കിൽ മികച്ച വിജയം കൈവരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് പാർട്ടി. 9 സീറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തേതിന് സമാനമായ മുന്നേറ്റം ജില്ലയിൽ നടത്താൻ LDFന് സാധിക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. കൊല്ലത്താകെ 11 സീറ്റുകളിൽ 9 മണ്ഡലങ്ങളും കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്കൊപ്പമായിരുന്നു. കുണ്ടറയും കരുനാഗപ്പള്ളിയും മാത്രമാണ് UDFനൊപ്പം നിന്നത്. ജില്ലയിൽ 5 മണ്ഡലങ്ങളിലാണ് ഇത്തവണ പ്രവചനാതീതമായ പോരാട്ടം നടക്കുന്നത്. കൊല്ലം, ചവറ, കുന്നത്തൂർ, കുണ്ടറ, പത്തനാപുരം എന്നീ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമായിരിക്കും. പത്തനാപുരത്ത് മന്ത്രി KB ഗണേഷ് കുമാർ നേരിടുന്ന ശക്തമായ മത്സരങ്ങൾ ജില്ലാ നേതൃത്വം പ്രത്യേകം ചർച്ച ചെയ്തു. കുന്നത്തൂരിൽ വർഷങ്ങളായി MLA ആയിരിക്കുന്ന കോവൂർ കുഞ്ഞുമോനും കുണ്ടറയിൽ UDFന്റെ PC വിഷ്ണുനാഥിനെ നേരിടുന്ന LDF സ്ഥാനാർത്ഥി SN സജികുമാറും കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. ഏതായാലും മെയ് 4 മുന്നേ 3 മുന്നണികളും വിജയം തങ്ങൾക്ക് തന്നെ എന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പാർട്ടി അവലോകന റിപ്പോർട്ടുകൾ വരുമ്പോൾ ചിലയിടങ്ങളിൽ അത് CPMനെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്, പ്രത്യേകിച്ച് അമ്പലപ്പുഴ. What?